നമസ്കാരം, ഞാൻ അൻഷ വൈശാഖ്. എല്ലാവർക്കും അനീസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് അടിപൊളി കപ്പ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മളിത് ഓവനൊന്നും ഇല്ലാതെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലോട്ട് പോവാം. ആദ്യമായിട്ട് നമുക്കൊരു 3/4 ഗ്ലാസ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇനിയുള്ള എല്ലാ അളവുകളും നമ്മൾ ഈ ഒരു ഗ്ലാസ്സിൽ തന്നെയാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പഞ്ചസാര നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം അതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ വനില എസൻസ് ആണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം ഞാനിതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1/4 ഗ്ലാസ് പാലാണ്. ഇതിന് പകരം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ തീർന്നു പോയത് കൊണ്ടാണ് ഞാൻ പാല് ചേർത്ത് കൊടുത്തത്. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് സെയിം ഗ്ലാസിൻ്റെ 1/4 ഗ്ലാസ് തൈരാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ സെയിം ഗ്ലാസ്സിൽ 1 ഗ്ലാസ് മൈദയാണ്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1-2 തവണ ഒന്ന് അരിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മൾ നേരത്തെ മുട്ടയും പഞ്ചസാരയും ഒക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ജാറിലോട്ട് മൈദ കുറച്ചായി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സിയിൽ വെച്ചിട്ട് കറക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കപ്പിൽ ഞാൻ ഓൾറെഡി ഓയിൽ തടവി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു ഡിസ്പോസിബിൾ ഗ്ലാസും 2 നമ്മുടെ ടീ കപ്പുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിനു മുമ്പ് ഞാൻ ഈ ഇഡ്ഡലി തട്ട് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി നമുക്ക് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം മൂടി വെച്ചിട്ട് നമുക്ക് 25 മുതൽ 30 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഓരോ ഫ്ലെയിമിനനുസരിച്ചും അതേപോലെ കപ്പിൻ്റെ ആ ഒരു വലുപ്പമൊക്കെ അനുസരിച്ച് ബേക്കിംഗ് ടൈം അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വരാം. എന്തായാലും നല്ല മണം വരാൻ വരുമ്പോൾ തുടങ്ങുമ്പോഴേ നമുക്ക് തുറന്ന് നോക്കാം. അപ്പം മാക്സിമം എന്ന് പറയുന്നത് ഒരു 45 മിനിറ്റ് വരെ ബേക്കായി വരാൻ വേണ്ടി എടുക്കാറുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ബാറ്റർ ഒഴിക്കുമ്പോൾ കപ്പിൻ്റെ അരഭാഗം അല്ലെങ്കിൽ 1/4 ഭാഗം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അതുപോലെ തന്നെ നമ്മൾ ഇഡ്ഡലി തട്ടിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, നേരത്തെ തന്നെ വെച്ച് കൊടുത്താൽ മതി. അതുപോലെ ഫ്ലെയിം മീഡിയത്തിലാണ് കുക്കായി വരുന്നത് വരെ ഉള്ളത്. ഇപ്പോൾ 25 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കപ്പ് കേക്ക് ഇവിടെ അടിപൊളിയായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഇഡ്ഡലി തട്ടൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാകുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ കപ്പിലും നമുക്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇതേപോലെ ഡിസ്പോസിബിൾ ഗ്ലാസ്സിലും ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമ്മുടെ ടീ ഗ്ലാസ് ചില്ലിൻ്റെ ആ ടീ ഗ്ലാസ്സിലും നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം നല്ല നല്ല റെസിപ്പീസുമായി. താങ്ക് യു ഫോർ വാച്ചിങ്.